ഒരിക്കലും കടന്നു ചെല്ലില്ലെന്ന് ഉറപ്പിച്ച ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അതും ഇന്നലെ മാത്രം കണ്ടുമുട്ടിയ മീരയുടെ വാക്കുകൾ കേട്ട്. God alone knows what is going to be the outcome. ദൈവം നിശ്ചയിക്കട്ടെ. പറച്ചില് കേട്ടാ തോന്നും അങ്കിളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചതെല്ലാം സ്വയം തീരുമാനിച്ചനുസരിച്ചാണെന്ന്. എവറിത്തിങ് വാസ് ഡിസൈഡഡ് ബൈ ഹിം. നമ്മൾ മനുഷ്യർ ജസ്റ്റ് ടൂൾസ് ഇൻ ഹിസ് ഹാൻഡ്സ്. ടൂൾസ് എന്നോ കഥാപാത്രം എന്നോ പറയേണ്ടത്. Destined to act within set frames, delivering prescribed dialogues, all to his will and tune. പ്രപഞ്ച നാടകവേദിയിൽ മുൻപേ വരച്ച കളത്തിൽ എഴുതി തന്ന സംഭാഷണവും ഒരു വിട്ട് ദൈവം പറഞ്ഞ താളത്തിലാടാൻ മാത്രം കഴിയുന്ന വെറും കഥാപാത്രങ്ങൾ. മീരയുടെ സബ്ജക്റ്റ് എന്താണെന്നാ പറഞ്ഞേ? ഇലക്ട്രോണിക്സ്. അല്ല, സംസാരം കേട്ട ഫിലോസഫി ആണെന്ന് തോന്നുന്നു. കുറഞ്ഞ പക്ഷം ലിറ്ററേച്ചർ എങ്കിലും ആണ്. തൊട്ടതിനും പിടിച്ചതിനും ഞാൻ ഇങ്ങനെ കലബലാന്ന് ചിരിക്കുന്ന അങ്കിളിന് തോന്നുന്നുണ്ടാവും എനിക്ക് വട്ടാണെന്ന്. ഒരല്പം വട്ടുണ്ട് എന്നുള്ളത് നേര്. പക്ഷെ അങ്കിൾ, ഈ ദൈവം എന്ന് പറയുന്നത് മഹാപിശുക്കനാ. ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ വളരെ കുറച്ച് തരൂ. കരയാനാണെങ്കിലോ ഒരു കൊട്ട നിറച്ചു. അതുകൊണ്ട് ചിരിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭവും ഞാൻ വിടില്ല. വേണ്ടതിൽ കൂടുതൽ തന്നെ ചിരിക്കും. ചിരിച്ച് ചിരിച്ച് കണ്ണ് കലങ്ങി. ചിരി മായുമ്പോ കൺതടങ്ങളിൽ ഒരിറ്റ് കണ്ണീര്. അങ്ങനെയുണ്ടല്ലോ. അതിന് പക്ഷെ മീരെ കിട്ടില്ല. വായിച്ചു കേട്ടിട്ടുണ്ട് കഥയിൽ, അതോ സിനിമയിൽ കണ്ടതോ? അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. മകൾ സ്കൂളിൽ പോകുമ്പോൾ മുറുക്കാൻ കടയുടെ മറവിൽ വന്നു നിന്ന് മിഠായി പൊതി നീട്ടി മകളോട് സ്നേഹം കാണിക്കുന്ന അച്ഛനെ പറ്റി. എനിക്ക് വേണ്ട ആ സ്നേഹം. മനസ്സിൽ ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ ആദ്യം ഒരുമിക്കട്ടെ രണ്ടാളും, എന്നിട്ട് വരട്ടെ. കാണാൻ കൂട്ടാക്കാണ്ടിരുന്നപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നപ്പോഴും വിഷമായിട്ടുണ്ടാവും രണ്ടാൾക്കും, ഇല്ലേ അങ്കിൾ? കൊതിയാകുന്നു ഈ തോളിൽ ചാഞ്ഞൊന്ന് തേങ്ങാൻ. പക്ഷെ മീര കരഞ്ഞൂടാ. കരഞ്ഞ എല്ലാം കൈവിട്ടു പോകും. I have to be bold. I have to be bold. അങ്കിൾ, വണ്ടി ഒന്ന് നിർത്തുവോ പ്ലീസ്? പ്ലീസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഒന്നങ്ങ് മാറിയിരുന്നേ, ഇനി ഞാൻ ഓടിക്കാം പ്ലീസ്. ഓക്കെ. മഹാ ബോറാണ് അങ്കിളുടെ ഡ്രൈവിംഗ്. പണ്ടേ എങ്ങനെയായിരുന്നോ? ഒരു തണുപ്പ മട്ട്. എങ്ങനെ മാളവിക വീണുന്നാ ഞാൻ ആലോചിക്കണേ. ഇത്രയും മോശമായിരുന്നു എന്റെ അമ്മയുടെ ടേസ്റ്റ് അന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല.
ദേ ചിരി മായുമ്പോ കൺതടങ്ങളിൽ ഒരിട്ട് കണ്ണീര് വേണ്ട. മെലോ ഡ്രാമ നമുക്ക് വേണ്ട. ഓക്കെ? I pretend, yeah, I'm glad you went away. These four walls closing more every day. Now I'm dying inside, and nobody knows it but me. Like a clown, I put on a show. The pain is real. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? ആവൂ, ഞാൻ കരുതി പൂർവാശ്രമ വിശുദ്ധ പ്രമാണിച്ച് അങ്കിളിന് വല്ല വ്രതത്തിലോ ആയിരിക്കുന്നു. അപ്പൊ ഇനി ഫേവറേറ്റ് ജോയിന്റ്? യെസ്, ആ അതാ ഇവിടെ ലെഫ്റ്റിലേക്ക് തിരിച്ച്. ആ അവിടെ ചേർത്ത് നിർത്തിക്കോളൂ. ഓക്കേ ഓക്കേ. Why didn't I say the things I needed to say? How could I let my angel get away? Now my world is just a tum- ഞങ്ങളുടെയൊക്കെ കാലത്തെ ഒരു പഴയ സ്ഥലമാണ് എ റെസ്പെക്റ്റബിൾ ജോയിന്റ്. ഇന്നും ആ പഴയ മുഖം അവർ നശിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ പിസ്സ ബർഗർ ജനറേഷന് സിറ്റിയിൽ ഇങ്ങനൊരു സ്ഥലം ഉള്ളതേ അറിവുണ്ടാവില്ല. ഇരിക്കെ. താങ്ക് യു. ആ 2 പ്ലേറ്റ് വെജിറ്റബിൾ കട്ട്ലറ്റ്, 2 കോഫി. എനിത്തിങ് മോർ? തൽക്കാലം ഇതിൽ നിന്ന് തുടങ്ങാം. എക്സ്ക്യൂസ് മീ അങ്കിൾ. ഓക്കെ. നമ്മുടെ കാര്യേ അച്ഛനാ വന്നിരിക്കുന്നു. എങ്ങനെ? എന്റെ അച്ഛൻ ദ ഗ്രേറ്റ് തോട്ടപ്പള്ളി പത്മനാഭ പണിക്കർക്ക് കിങ്കരന്മാർക്ക് ക്ഷാമമില്ല. ചാരന്മാർ സത്യസന്ധരാണേ. ചിലപ്പോ കണ്ടു കാണും. അതിനെന്താ, കാണട്ടെ. തിരക്കിട്ട വിവാഹാലോചന, മതി പഠിപ്പ്. ഏത് നിമിഷവും കരുതൽ തടങ്കൽ പ്രാബല്യത്തിൽ വരാം. ഓഹോ, അപ്പോൾ പ്രശ്നം ഗുരുതരമെന്നർത്ഥം. യുദ്ധകാഹളം മുഴങ്ങുന്നു. അതെ, തോട്ടപ്പള്ളി പണിക്കരുടെ മകൾ എന്ത് തീരുമാനിച്ചു? ആഹാ, അച്ഛൻ അനുവദിച്ചിട്ട് നമ്മുടെ ബന്ധം ഈ ജന്മം നടക്കില്ല. പിന്നെ ഹലോ, ഇത് ഏത് ലോകത്തായിരുന്നു? ആ? 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫാമിലി റൂമിൽ വെച്ചാണ് ഞാൻ വിളിച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് ആ നിമിഷം എന്നോടൊപ്പം ഇറങ്ങി വരാമെന്ന് മാളവിക എന്നോട് പറഞ്ഞത്. ധീരോദാത്തനായ നായകൻ അഭയം തരാൻ, ജീവിതം പങ്കിടാൻ, പ്രിയേ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് മാറി വിരിച്ചു കാണും. കഴിക്കും. ഉം. 10-22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പഴയ കഥാപാത്രങ്ങളെ കാണാൻ പോവല്ലേ? കഥാപശ്ചാത്തലത്തിൽ ഒരു വിസിറ്റ്, ഒരു റീചാർജ് ആകും. കമോൺ അങ്കിൾ, കമോൺ അങ്കിൾ. വാവ്,
എവിടെ എവിടെയായിരുന്നു കഥാനായികയുടെ സീറ്റ്? കമോൺ പറയൂ അങ്കിൾ, എവിടെയാ അമ്മ ഇരിക്കാറ്? അവിടെ ഫ്രണ്ട് ബെഞ്ചിൽ എടുത്തേറ്റം. നല്ല അസല് വ്യൂ അങ്കിൾ. ആ പോഡിയത്തിന്റെ പുറകെ പോയി ഒന്ന് നിൽക്കൂ കമോൺ മീര, പ്ലീസ്. പ്ലീസ് അങ്കിൾ. എന്റെ അമ്മ അങ്കിളിനെ എങ്ങനെയാ കണ്ടിരുന്നേന്ന് ഞാനും ഒന്ന് കണ്ടോട്ടെ. Well, my dear friends, if you are in a mood to learn, here I am in a mood to teach. അയ്യോ, അരവിന്ദ് സാറോ? വാട്ട് എ സർപ്രൈസ്! സാർ എപ്പോ വന്നു? ദാ ഇപ്പോ പഴയ തട്ടകമല്ലേ ബാലകൃഷ്ണ, ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയെന്ന് മാത്രം. സർ, ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കുട്ടികളെയൊക്കെ വിളിച്ച് ഇതൊരു ഇവൻ്റാക്കി മാറ്റാമായിരുന്നു. നോ നോ, അതൊന്നും വേണ്ട. മകളായിരിക്കുമല്ലേ? അങ്കിളുടെ ഈ മൂടി കെട്ടിയുള്ള ഇരിപ്പ് കണ്ടാ തോന്നും അങ്കിളിന് മാത്രമേ ഉള്ളൂ ടെൻഷൻ എന്ന്. എന്റെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുക. രണ്ടാളും ഒരുമിക്കാതെ ഇനി വീട്ടിലേക്കില്ലാന്ന് പമ്പ് പറഞ്ഞ് ഇറങ്ങിപ്പോന്നതാ ഞാൻ. മീര തിരിച്ചു വരുന്നതിൽ രണ്ടാളും സന്തോഷിക്കുകയുള്ളൂ. അതുപോലെ അല്ല ഞാൻ. ഇനി ഒരിക്കലും കാണാനിട വരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മാളവിക എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. എനിക്കിപ്പോ ഇവിടെ എന്താ കാര്യമെന്ന് ചോദിക്കാൻ ബാലശങ്കറിന് എല്ലാ അവകാശവും ഉണ്ട്. മതി മതി, എന്റെ ടെൻഷൻ കുറയ്ക്കാനാ ഞാൻ ഈ വിഷയം എടുത്തിട്ടത്. അങ്കിളപ്പോ അതിൽ എണ്ണ കോരി ഒഴിക്കാനാ നോക്കണേ. അവര് രണ്ടാളും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താ പിന്നെ നമുക്കൊരു ഹോപ്പും ഇല്ല. Be hopeful. There is nothing more hopeful than being hopeful, dear. Come, uncle. Come, come. വരൂ, ഇരിക്കൂ. അച്ഛനും അമ്മയും കോടതിയിൽ നിന്ന് എത്തിയിട്ടില്ല. രാമൻ നായരെ ആ ബാഗ് എടുത്ത് ഗസ്റ്റ് റൂമിൽ വെച്ചേക്കും. ഓ. പിന്നെ ഞങ്ങൾ വന്ന വണ്ടി പിന്നെ കാശറിൽ കയറ്റിയിട്ടുള്ളൂ. കുടിക്കാൻ ചായയോ കാപ്പിയോ? വേണ്ട, ഒന്നും വേണ്ട. അങ്കിള് വരൂ. അങ്കിൾ ഒന്ന് ഫ്രഷ് ആയിക്കോളൂ.
സഹിക്കാവുന്ന നിമിഷങ്ങളാണിനി. ധൈര്യം സംഭരിച്ചേ മതിയാവും. അരവിന്ദ് സാർ, ഉം. തീരെ പ്രതീക്ഷിച്ചില്ല, അറിയാം. അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടുള്ളൊരു വരവല്ല എൻ്റെയും. സാർ ഇരിക്കൂ. ആ, ബാലശങ്കർ കോടതിയിൽ നിന്നുള്ള വരവല്ലേ. ഡ്രസ്സൊക്കെ ഒന്ന് മാറി സാവകാശം വരൂ. നമുക്കിരുന്ന് അല്പം സംസാരിക്കാനുണ്ട്. ശരി സാർ. ആ, മീരക്കുഞ്ഞ് വന്നിട്ടുണ്ട്. സാറിൻ്റെ ഒപ്പം വന്നേ. അച്ഛാ. അച്ഛാ. നീ എന്ത് കടുങ്കയാണ് മകളെ ചെയ്തത്? അച്ഛൻ എന്നെ ശപിക്കരുത്. ഈ അച്ഛനോട് അല്പം കൂടെ ദയവ് കാട്ടാമായിരുന്നു മോൾക്ക്. അച്ഛനെയും അമ്മയെ നഷ്ടപ്പെടാതിരിക്കാൻ വേറെ ഒരു വഴി ഞാൻ മുമ്പിൽ കണ്ടില്ല അച്ഛൻ. മോളെ, അരവിന്ദങ്ങളുടെ വാക്ക് അച്ഛൻ തള്ളിക്കളയരുത്. സോറി മാളു, വാക്ക് തെറ്റിച്ചു. 5 മണി മുതൽ ഞാൻ ഇവിടെ കെട്ടിച്ചമഞ്ഞിരിക്കാം. സോറി. 7 മണി വരെ ഉള്ള റിസപ്ഷൻ. ഇനി ചെന്നിട്ട് അവിടെ ആരെ കാണാനാ? അതേവിടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? സോറി സോറി സോറി. ഞാളിയത്ത് എസ്റ്റേറ്റിൻ്റെ കേസിൻ്റെ ക്രോസ് പിന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. ജഡ്ജി കയറി നാളത്തേക്ക് പോസ്റ്റ് ചെയ്തു. ഒരു പ്രസ്റ്റീജ് കേസാണ്. ശാരംഗപാണിയാണ് ഓപ്പോസിഷൻ കൗൺസിൽ. ശരിക്കും പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ളൊരു കേസ് കളഞ്ഞു കുളിച്ചു എന്നാവും. ഞാൻ എത്ര തവണ ഫോൺ ചെയ്തു? തനിക്കറിയാലോ,
എനിക്ക് വർക്ക് ഈസ് വർഷിപ്പ്. റിസീവർ എടുത്ത് മാറ്റി വെച്ചിട്ടാ ഞാനും ജൂനിയേഴ്സും ക്യാബിന് കയറി വാരടിച്ചത്. ഈ ഒരു പ്രൊഫഷൻ്റെ സ്പിരിറ്റ് ശരിക്കും അറിയാഞ്ഞിട്ടാ തനിക്കിത് മനസ്സിലാവാത്തത്. ദേ, ഈ പ്രൊഫഷന്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ഇരുത്തണ്ട. ഒരു സന്നദ്ധ എടുത്താൽ അഡ്വക്കേറ്റ് മാളവിക എന്നൊരു ബോർഡും ഇവിടെ തൂങ്ങും. ഏയ് കമോൺ മാളു. ആ പോട്ടെ, പ്രായശ്ചിത്തമായി ഇന്ന് നമുക്ക് ഡിന്നർ പുറത്തുനിന്നാവാം. സ്റ്റഡി ടൈം കഴിഞ്ഞ് മീരമോളെ കൂടെ കൂട്ടാം. മനസ്സില്ല എനിക്ക് അങ്ങനെ ഒരു പ്രായശ്ചിത്ത സദ്യ ഉണ്ണാൻ. ഒരു മോളുണ്ടായപ്പോൾ അവൾ വളർന്നു വലുതാണെന്ന് ശ്രദ്ധിക്കാൻ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടാന്ന് തീരുമാനിച്ചില്ലേ? അല്ല, എന്നെ തന്നെ വേണം പറയാൻ. എത്രാമത്തെ തവണ ഇതിപ്പോ എങ്ങനെ? പ്രൊഫഷൻ, ക്രോസ്, ബ്രീഫിംഗ്, മണ്ണാം കട്ട. ഞാൻ വെറും ഭാര്യ, അടുക്കളക്കാരി. ഹലോ, ഒരു സംശയം ചോദിച്ചോട്ടെ മാളവികമ്മേ? എൻ്റെ സ്ഥാനത്ത് അരവിന്ദൻ സാറിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു പിഴവുണ്ടാകുന്നതെങ്കിൽ പറഞ്ഞേ, താൻ ഇങ്ങനെ കിടന്ന് തുള്ളുമായിരുന്നോ? എന്താ പറഞ്ഞേ ബാലു? എന്താ പറഞ്ഞേ? ഒരിക്കൽ കൂടി ബാലു ഇത് പറഞ്ഞ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളും ആ കുറച്ച് നാളുകൾ ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പിച്ചിട്ടാ ഞാൻ നിങ്ങളുടെ ഭാര്യയായത്. മനസ്സിലെപ്പോഴും ആ ഓർമ്മയും പേരുകൊണ്ട് നിങ്ങളോടൊപ്പം പൊറുക്കുന്ന ഒരുത്തിയല്ല ഞാൻ. അബദ്ധത്തിന് നാവിൽ നിന്നറിയാതൊരു സ്ലിപ്പ് വന്നു പോയതാ. വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. തൻ്റെ ആത്മാർത്ഥതയിൽ എനിക്ക് 100 വട്ടം വിശ്വാസമാണ്. പറഞ്ഞാൽ ഞാൻ പിൻവലിച്ചു, എല്ലാ ക്ഷമാപണത്തോടെയും പിൻവലിച്ചു. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, താൻ കേട്ടിട്ടില്ല. ക്ഷമിക്കടോ, മറക്ക് പ്ലീസ്. ഞാനൊരു കാര്യം ചോദിച്ചാ നേര് പറയോ? സത്യം സത്യം മാത്രം ബോധിപ്പിക്കാം. ഞാനിങ്ങനെ ചേർന്നൊട്ടി കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അറ്റ്ലീസ്റ്റ് ഉപബോധം മനസ്സിലെങ്കിലും അരവിന്ദേട്ടൻ്റെ ഓർമ്മ തെളിഞ്ഞു കിടപ്പുണ്ടാവുമെന്ന് ബാലുവിന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ? അങ്ങനൊരു തോന്നലുണ്ടായാൽ ആ നിമിഷം പോയി ഞാൻ ആത്മഹത്യ ചെയ്യും. അരവിന്ദ് സാറ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ്. പക്ഷേ എനിക്കും തനിക്കും ഇടയിൽ ഹി ഹാസ് നോ പ്ലേസ്, ഹി ഹാസ് നോ റോൾ. നിങ്ങൾക്കിടയിൽ ഉണ്ടായിപ്പോയത് ഏതോ ബാഡ് ഡ്രീമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോറി ബാലു. മാളു, തനിക്കറിയോ, ആ മനുഷ്യൻ തന്നെ ആഗ്രഹിക്കുന്നതിന് മുമ്പേ തന്നെ ആഗ്രഹിച്ചവനാണ് ഞാൻ. ലോ കോളേജിൽ വെച്ച് കാണുമ്പോൾ തൊട്ടല്ല, ഇതിനു മുമ്പുള്ള എത്രയോ ജന്മങ്ങളായി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് താനെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ആ എനിക്കും തനിക്കും ഇടയിൽ ഒരു നിഴൽ പോലും കടന്നു വരുന്നത് ഞാൻ സഹിക്കില്ലടോ. സോറി ബാലു. ചായ കുടിച്ചില്ലല്ലോ. ചായ തണുത്തു, വേറെ എടുക്കാം. വേണ്ട. കുളി കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം അന്വേഷിച്ചു. ആ, ഞാൻ വരുന്നു. ഓ, മോളെ, നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ അമ്മയുടെ അടുത്തേക്ക്. ഒറ്റയ്ക്ക് ഇതൊന്നും നേരിടാൻ അമ്മയ്ക്ക് വയ്യ. എന്റെ മോള് വന്നല്ലോ, എന്നോടൊപ്പം നിൽക്കാൻ എനിക്ക് എന്റെ മോളെങ്കിലും ഉണ്ടല്ലോ.
നീ കണ്ടോ നിന്റെ അച്ഛൻ എന്താ ചെയ്തു വെച്ചേക്കണേന്ന്? നിന്റെ അമ്മയെ തോൽപ്പിക്കാൻ തന്റെ പക്ഷെ പറയാൻ വിളിച്ചു വരുത്തിയിരിക്കണു. ആരെയും ഒരിക്കലും ഞാൻ കാണരുതെന്ന് ആഗ്രഹിച്ചിരുന്നോ ആ മനുഷ്യനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നെ വിസ്തരിക്കാൻ. അമ്മ വീണ്ടും എഴുതാപ്പുറം വായിക്കുകയാണ്. ഞാനാണ് അരവിന്ദക്കളിനെ കൂട്ടിക്കൊണ്ടുവന്നത്. മീനെ, ഒരിക്കലും ഒരു എടുത്തുചാട്ടത്തിന് അമ്മ പിച്ചു ചീന്തിയതാണ് ആ മനുഷ്യന്റെ ജീവിതം. അത് തന്നെ എന്റെ അച്ഛന് സംഭവിക്കാതിരിക്കാൻ ഞാൻ പോയി കാല് പിടിച്ച് വിളിച്ചോണ്ട് വന്നതാണ്. അച്ഛനെവിടെ? സാറും മറ്റേ അദ്ദേഹം കൂടി പുറത്തേക്ക് പോയി. അത് വളരെ എംബാരസിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സംസാരിക്കാനുള്ളത്. അത് എവിടെ എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയില്ല. ഒരാമുഖം വേണ്ട സർ. ഈ വരവിൻ്റെ പിന്നിലെ ദൗത്യം എനിക്കറിയാം. സാറിന് എന്നോട് എന്തും പറയാം, ചോദിക്കാം. സാറിൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കാൻ, എന്തു ഏറ്റുപറയാൻ എനിക്ക് ജാള്യതയില്ല. ഏറ്റുപറയേണ്ടത് ഞാനാണ്. താൻ ആഗ്രഹിച്ചിരുന്ന, ആരാധിച്ചിരുന്ന മനുഷ്യനെക്കുറിച്ച് മാളവികയുടെ മനസ്സിൽ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ റിയാലിറ്റിയിൽ ഒരുമിച്ചുള്ള ജീവിതത്തിനിടയിൽ ആ സങ്കല്പത്തിലെ ആളല്ല ഞാനെന്ന് ബോധ്യപ്പെട്ടപ്പോഴുണ്ടായ പൊരുത്തക്കേടുകളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ താളപ്പിഴയായത്. അന്നത്തെ ഒരു ചുറ്റുപാടിൽ എൻ്റെ ആ പ്രായത്തിൽ മാളവികയുടെ തെറ്റുകളെ ഞാനും കണ്ടുള്ളൂ. ഒരു ഭർത്താവിൽ നിന്നും മാളവിക പ്രതീക്ഷിച്ചിരുന്ന സ്നേഹമോ പരിലാളനയോ സാമീപ്യം പോലുമോ ഞാൻ നൽകിയിരുന്നു എന്നൊരാത്മപരിശോധന നടത്താൻ പോലും ഞാനും തയ്യാറായില്ല. പക്ഷേ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ തെറ്റുകളുടെ തുലാസിൽ എൻ്റെ തട്ടാണ് കൂടുതൽ താഴ്ന്നിരുന്നതെന്ന് കുറ്റബോധത്തോടെ ഞാൻ മനസ്സിലാക്കി. ബട്ട് ബൈ ദെൻ ഇറ്റ് വാസ് ടു ലേറ്റ്. എവറിത്തിങ് വാസ് ഓൾറെഡി ലോസ്റ്റ്. ബട്ട് ബാലശങ്കർ, നിങ്ങൾക്കിപ്പോഴും ഒരാത്മപരിശോധനയ്ക്കുള്ള സമയം വൈകിട്ടില്ല. സ്വയം പ്രതിക്കൂട്ടിൽ നിർത്തി ഒന്ന് വിസ്തരിച്ചു നോക്കൂ. ചെറിയ ചെറിയ തെറ്റുകളെന്ന് കരുതി നമ്മൾ അവഗണിച്ചിട്ടുള്ളവയാവാം അവരുടെ മനസ്സിൽ വലിയ മുറിവുകൾ തീർത്തിട്ടുണ്ടാവുക. മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്നിടത്തെ മനുഷ്യൻ മനുഷ്യനാവുന്നുള്ളൂ. പുറമേ നിന്ന് നോക്കുമ്പോൾ പലരുടെയും ധാരണ സാറിൻ്റെ ജീവിതത്തിൽ നിന്നിറങ്ങി വന്ന് അച്ഛൻ്റെ മുമ്പിൽ കീഴടങ്ങാൻ കൂട്ടാക്കാതെ ഇനി എന്തെന്നറിയാതെ നിരാലംബയായി നിന്ന മാളവികയോട് സഹാനുഭൂതി തോന്നി ഞാൻ അവർക്കൊരു ജീവിതം കൊടുക്കുകയായിരുന്നു എന്നാണ്. അതല്ല സത്യം. ഐ വാസ് മാഡ്ലി ഇൻ ലവ് വിത്ത് ഹർ. അവളെ നഷ്ടപ്പെടുന്നു വന്നപ്പോൾ ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു എനിക്ക്. സാറുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് അവിടെ ഇറങ്ങി വന്നപ്പോൾ അതെനിക്കൊരു പുനർജന്മമായിരുന്നു. ഒരനുഗ്രഹം പോലെയാണ് ഞാൻ അവളെ എൻ്റെ ജീവിതത്തോട് ചേർത്തണച്ചത്. സഹതാപത്തിൻ്റെയോ കാരുണ്യത്തിൻ്റെയോ കണിക പോലും അതിലില്ല. ഞാനത് മനസ്സിലാക്കുന്നു ബാലശങ്കർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്യോന്യം നഷ്ടപ്പെടരുതെന്നും ആഗ്രഹിക്കുന്നു. എന്നിൽ മാളവിക കാണുന്ന ഏതു തെറ്റിനും വിധിക്കുന്ന ശിക്ഷ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ബന്ധം വേർപെടുത്തി പിരിയുന്നതൊഴികെ അതെനിക്ക് മരണത്തെക്കാൾ ഭീകരമാണ്. സാറിന് കഴിഞ്ഞ പോലെ പിടിച്ചു നിൽക്കാനും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് എനിക്കില്ല സാർ. നിങ്ങളുടെ മനസ്സ് ഞാൻ കാണുന്നുണ്ട് ബാലശങ്കർ.
മാളവികയ്ക്ക് കൂടി അതിനുള്ള വിവേകം ഉണ്ടായാൽ എൻ്റെ ഈ വരവിന് അർത്ഥമുണ്ടായി. എൻ്റെ പ്രാർത്ഥനയും അത് തന്നെയാണ്. മോൾ ഇറങ്ങിയില്ലേ? ഇല്ല. ഭക്ഷണം എടുത്ത് വെച്ചോളൂ. ഓ. രാവിലെ അമ്മ കഴിച്ചോ? ഇല്ല, വേണ്ടാന്ന് പറഞ്ഞു. മാളവികയെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ലീവ്. ഉം. വായിച്ചിരുന്നങ്ങ് കണ്ണടഞ്ഞു പോയി. ഞാൻ ചായ എടുക്കാം. നിൽക്കൂ. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ബാർ കൗൺസിലിൽ പുതുതായി എൻറോൾ ചെയ്യാൻ അപേക്ഷിച്ചവരുടെ കൂട്ടത്തിൽ ഒരു മാളവിക ബാലശങ്കറിൻ്റെ പേരുണ്ട്. അത് താനാവാൻ വഴിയില്ല. ഓ, അത് ഞാൻ തന്നെയാണ്. ഒരു വാക്കെന്നോട് ചോദിക്കാതെ, ഒരക്ഷരം ഒന്നും പറയാതെ, ഹൗ ഡെയർ യു ഡു ഇറ്റ് മാളവിക? ബാക്കിയുള്ളവർ കാണിച്ചു തന്നിട്ട് വേണം ഞാൻ അറിയാനെന്ന് വന്നാൽ. ഛേ. നിയമം പഠിച്ചത് കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ ഉദ്ദേശത്തോടെയാണ്. സാഹചര്യം കൊണ്ട് എനിക്ക് ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല. എന്നെഴുതി അതിനെ ഒരിക്കലും പാടില്ലെന്നില്ലല്ലോ. ദാറ്റ് ഈസ് സെക്കൻഡറി. എന്നോടൊരു വാക്ക് പറയാതിരുന്നത് എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. വേർ ആർ യു ഹെഡിങ് ടു ബാലു? ഇത് ഇത്ര വലിയൊരു അപരാധമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടുത്തെ ഹൈക്കോർട്ടിൽ ഞാൻ ജസ്റ്റിസ് ആയിരിക്കുക. എൻ്റെ ഭാര്യ ഇവിടുത്തെ കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ പോവാ. വാട്ട്സ് റോങ് ഇൻ ദാറ്റ്? നിയമം അത് വിലക്കിയിട്ടൊന്നുമില്ല. നിയമം വിലക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിലൊരു ഭംഗികേടുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ ഇതെല്ലാം അപേക്ഷ കൊടുത്തു. ജോസഫ് കുര്യൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഓ, അത്രയ്ക്ക് വരെ എത്തി. ഇതൊന്നും ഞാൻ അറിയേണ്ടതോ അനുവദിക്കേണ്ടതോ ആയ കാര്യങ്ങളല്ല. ബാലു, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്സ് അഗൈൻ. ചോദിച്ചിട്ടും അനുവദിച്ചിട്ടുമേ അനങ്ങാൻ പാടുള്ളൂ എന്ന് പറയാൻ സി ഐ എം നോട്ട് എനിവൺ സ്ലേവ്. നിങ്ങളുടെ ഭാര്യയാണെന്നുള്ള ശരി, പക്ഷെ എനിക്ക് എന്റേതായ അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഒരിടത്ത് അടിയറവ് പറയാൻ ഞാൻ തയ്യാറുമല്ല. മാളവിക, യു ആർ ബിലിറ്റ്ലിംഗ് മീ ബിഫോർ അതേഴ്സ്. താൻ കൊച്ചാക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ റെപ്യൂട്ടേഷനും സ്റ്റാറ്റസിനുമാണ്. റെപ്യൂട്ടേഷൻ, സ്റ്റാറ്റസ്, ഇമേജ്, ഇതൊന്നും ഒരാളുടെ മാത്രം കുത്തകയല്ല. എനിക്ക് വേണം ഇതൊക്കെ. യു ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ സെൽഫ് സെന്റർഡ് ബാലു. സ്വന്തം പകിട്ട്, പെരുമ, ഇത് മാത്രം നിങ്ങൾക്ക് പ്രധാനം. അതിനപ്പുറത്ത് മറ്റുള്ളവരുടെ മനസ്സ് നിങ്ങൾ ഓർക്കില്ല. ഞാൻ പറയുന്നത് എന്താ മാളു താൻ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? അത് തന്നെ തിരിച്ചു എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. മീര മോള് വളർന്നു വലുതാവുന്നത് വരെ ഞാൻ എന്റെ ഒരു ഇഷ്ടവും നോക്കിയിട്ടില്ല. ബാലു മോളുള്ള ഒരു ലോകത്തിൽ ഈ വീടിന്റെ ചുമരുകൾക്കുള്ളിൽ ഞാൻ ഒതുങ്ങിക്കൂടി. ബട്ട് ദാറ്റ് cannot be forever. ജീവിതം മുഴുവൻ അടുക്കളയും ഭരിച്ച് ഒരു ഭാര്യയെ കഴിഞ്ഞുവിടാൻ ഞാൻ തയ്യാറല്ല. ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, ബാലുവിനെ പോലെ തന്നെ മറ്റൊരു വ്യക്തി. അതാദ്യം മനസ്സിലാക്കണം. എന്റെ തലച്ചോറ് കയറി നിന്ന് ചിന്തിക്കാൻ ഇനി ആരും അനുവദിക്കില്ല. Enough is enough. പ്രാക്ടീസ് തുടങ്ങുന്നു. അതിൽ മാറ്റമില്ല? ഇല്ല. എങ്കിൽ ചീഫ് ജസ്റ്റിസിനെ കണ്ട് ഞാനൊരു അപേക്ഷ കൊടുക്കുന്നു. കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഹൈക്കോർട്ടിലേക്ക് എന്നെ മാറ്റാൻ. എന്നെ തോൽപ്പിക്കാൻ അങ്ങനെ ഒരു ഭീഷണിയുടെ തന്ത്രം വേണ്ട. ആ പേരിൽ ആരും വീടും നാടും വിട്ടു പോവുകയും വേണ്ട. അതിലും എളുപ്പം വേറെ ഉണ്ട്, ഒരു ജോയിന്റ് പെറ്റീഷൻ. രണ്ടുപേർക്ക് സമ്മതമാണെങ്കിൽ ഡൈവോഴ്സ് എളുപ്പത്തിന് അനുവദിച്ചു കിട്ടും. അപ്പൊ പിന്നെ എക്സ് വൈഫ് ഇവിടെ ഏതെങ്കിലും കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് യുവർ ഓണറിന്റെ അന്തസ്സ് റെപ്യൂട്ടേഷൻ ഒന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. ഡൈവോഴ്സ്, എക്സ് വൈ, ഇത്ര ലാഘവത്തോടെ താനിത് പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമില്ല. ആദ്യമായിട്ടല്ലല്ലോ. സംഭവിച്ചൊന്നും മറച്ചു വെച്ചിട്ടല്ല ഞാൻ നിങ്ങളുടെ ഭാര്യയായത്. പല തവണയായി ശവത്തിലിട്ട് കുത്തുന്നു. ഇത് സാഡിസം ആണ്, ചീപ്പ് സാഡിസം. ഇതെനിക്ക് സഹിക്കാൻ വയ്യ. നമുക്ക് പിരിയാം. അങ്ങനെയെങ്കിൽ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ അസൈൻമെന്റ് ഇത് തന്നെ ആവട്ടെ. ഡ്രാഫ്റ്റ് തയ്യാറാക്കിക്കൊള്ളൂ. പെറ്റീഷൻ തയ്യാറായാൽ പറഞ്ഞാൽ മതി,
ഒപ്പിട്ട് തന്നേക്കാം. കേട്ടല്ലോ അച്ഛൻ പറഞ്ഞത്, ബന്ധം വേർപെടുത്താൻ പെറ്റീഷൻ തയ്യാറാക്കിക്കൊള്ളാൻ. ഞാൻ മുഴുവൻ കേട്ടു. അച്ഛൻ പറഞ്ഞതല്ല, അമ്മ അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇപ്പൊ മോളും അച്ഛന്റെ സൈഡ്, അപ്പൊ അമ്മ മാത്രം കുറ്റക്കാരി. തെറ്റിന്റെയും കുറ്റങ്ങളുടെയും കണക്ക് നിരത്താനല്ലാതെ സ്നേഹത്തിന്റെ ഭാഷ പറയാൻ എന്തെങ്കിലും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? മടുത്തു എനിക്ക്. നടുക്ക് കിടന്ന് വീർപ്പ് മുട്ടാൻ ഞാനില്ല. ഞാൻ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്. മീരെ, എന്ന് അമ്മയ്ക്ക് അച്ഛനെയും അച്ഛൻ അമ്മയും വേണമെന്ന് തോന്നി നിങ്ങൾ ഒരുമിക്കുന്നു. അന്ന് കണ്ടാ മതി എനിക്കിനി നിങ്ങളെ. മോളെ. മോളുറങ്ങിയോ? ഇല്ല, ഉറക്കം വന്നില്ല. എനിക്കും. എങ്ങനെ വരും? ഇതേപോലെ 2 പേര് കൂടി ഈ വീട്ടിൽ ഇന്ന് ഉറക്കം വരാതെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരാളുടെ അടുത്തേക്ക് മാത്രമേ അമ്മയ്ക്കിനി പോകാനാകൂ. തുറന്നു കിടക്കുന്ന ആ വാതിൽ കൂടി അമ്മ നഷ്ടപ്പെടുത്തരുത്.